സ്വന്തം വളർത്തു നായ്ക്കൾ തന്നെ തിരിഞ്ഞു കടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് നമുക്കറിയാമല്ലോ. കാലാകാലങ്ങളായി തീറ്റിപ്പോറ്റിയ താലിബാൻ ഭീകരർ ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തന്നെ ഡ്രോണുകൾ അയച്ച് ആക്രമണം തുടങ്ങിയിരിക്കുന്നു. വെള്ളിയാഴ്ച പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയതായി അഫ്ഗാൻ താലിബാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കാബൂളിലും കണ്ടഹാറിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഈ വ്യോമാക്രമണം. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുമ്പോൾ തങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന സ്ഥിരം പല്ലവിയാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഒന്നും സംഭവിച്ചിട്ടില്ലയോ അതോ സംഭവിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അബട്ടാബാദ്, സ്വാബി, നൌഷേര എന്നിവിടങ്ങളിൽ വൻ ഡ്രോണുകളെ അവിടേക്ക് അഫ്ഗാൻ അയക്കുകയും തങ്ങളുടെ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ തന്നെ നിർവീര്യമാക്കുകയും ചെയ്തു എന്നാണ് പാകിസ്ഥാന്റെ വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാറിന്റെ അവകാശവാദം. തുടർച്ചയായിട്ടുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും സൈനിക ഏറ്റുമുട്ടലുകൾക്കും പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. സ്ഥിതിഗതികൾ കൈവിട്ടു പോയതോടെ ഇസ്ലാമാബാദിന്റെ ക്ഷമ നശിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത്. അപ്പോൾ ഇത്ര നാൾ ക്ഷമിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിൽ താലിബാൻ പരാജയപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തിയ ഇദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ തുറന്ന യുദ്ധമാണ് നടക്കുന്നതെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇസ്ലാം ഉറപ്പ് നൽകുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നും ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സാക്ഷാൽ പാകിസ്ഥാൻ തന്നെയാണ്. അതായത് ലോകമെമ്പാടും ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നവർ തന്നെ ഇപ്പോൾ സമാധാനത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും വാചാലരാകുന്നത് അങ്ങേറ്റം പരിഹാസമായിട്ടുള്ളൊരു കാര്യമാണ്. ചുരുക്കത്തിൽ ഭീകരവാദത്തെ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക നയമായി കൊണ്ടു നടന്ന പാകിസ്ഥാൻ സ്വന്തം കുഴി തോണ്ടലിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. സൃഷ്ടിച്ചവർക്ക് നേരെ തന്നെ താലിബാൻ തിരിയുമ്പോൾ അതിർത്തിയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും പാകിസ്ഥാന്റെ സൈനിക സാമ്പത്തിക തകർച്ച കൂടുതൽ വേഗത്തിലാകുകയും ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.